ഹായ് ഓൾ, ഇന്നത്തെ ഒരു കുഞ്ഞു മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ എണിച്ചത് കുറച്ച് നേരം ചായ എല്ലാം കുടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ നിറയെ കോഴികളുണ്ട് കേട്ടോ. പിന്നെ പതിവ് പോലെ ഞാൻ ഈ പൂച്ചെടികളുടെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മോള് പറഞ്ഞ് അവിടെ പേരയ്ക്ക് പഴുത്ത് നിന്നിട്ട് പൊട്ടിക്കാന്ന്. നമ്മുടെ വീടിൻ്റെ പുറകിൽ ചെറിയൊരു പറമ്പുണ്ട് കേട്ടോ. പറമ്പ് പറഞ്ഞാൽ ചെറിയൊരു തൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ആ തൊടിയിൽ ഒരു പേരമരം നിൽക്കുന്നുണ്ട്. അതിൽ നിറയെ പേരയ്ക്ക നിൽക്കുന്നുണ്ട്. ഒരു 2-3 പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിറയെ കായുണ്ട്. പക്ഷേ ഇതിൽ അണ്ണാനും കിളികളും എല്ലാം വന്ന് കൊത്തിയിട്ട് നമുക്കതൊന്നും എടുക്കാൻ പറ്റില്ല. നിറയെ പഴുത്ത് വീഴുന്നുണ്ട്. പക്ഷേ അതിലാണെങ്കിൽ എല്ലാം കൊത്തിയിട്ട് നമ്മൾ എടുക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ പുറകിൽ നിറയെ പൂച്ചെടികളും അതുപോലെ പഴവർഗ്ഗങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. സർപ്പോട്ടി ആയിട്ടില്ല. പിന്നെ ഇതുകൊണ്ട് റംബുട്ടാൻ ചെടിയുണ്ട്, അതൊക്കെ കായ് കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ അതുപോലെ മാംഗോസ്റ്റീൻ, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളത്തെ രാവിലത്തെ ഫുഡ് വന്നിട്ട് ഇത് ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, ചമ്മന്തിയാണ് കേട്ടോ. നമ്മളിവിടെ എല്ലാവരും കൂടെ നിലത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെ ആര് വന്നാലും എല്ലാവരും കൂടെ വട്ടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം TV എല്ലാം കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഈ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കേണ്ട സമയമായി. ചോറ്, ഉപ്പേരി, പപ്പടം, വെണ്ടയ്ക്കപ്പുളി, പിന്നെ സ്പെഷ്യലായിട്ട് മുന്തിരിങ്ങ അച്ചാർ, ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പാല് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണ് ഈ ഒരു സാധനം കണ്ടു. ഇത് വന്നിട്ട് ഞങ്ങൾ പൂച്ചവലെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വീട് വന്നിട്ട് ഉള്ളിലേക്കാണ് കേട്ടോ, പുഴയോരത്താണ് വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ. 2 സൈഡും വേലികളും. പിന്നെ നമുക്ക് പാല് വാങ്ങാൻ വരണമെങ്കിൽ റോട്ടിക്ക് വരണം കേട്ടോ. ഞങ്ങൾ നേരത്തെ വന്നത് കൊണ്ട് തന്നെ പാൽക്കാരൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പാല് വാങ്ങാൻ വരുന്ന അവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. അതാണെങ്കിൽ ഇന്ന് തുറന്നിട്ടുണ്ടായിരുന്നില്ല. മോനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ചോദിക്കുന്നത് അതെന്താ തുറക്കാത്തതെന്ന്. അപ്പോഴേക്കും ഈ കട തുറക്കുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പുറകെ പോയി. അപ്പോഴേക്കും ഷട്ടർ പോക്കിയപ്പോൾ ചെറുതായി ഒന്ന് മോൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആളിത് അകത്ത് കയറിയപ്പോൾ മോനാണെങ്കിൽ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു വയസ്സായ ഒരാളാണ് കട നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയതായിട്ട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ബിങ്കോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 ബിങ്കോ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഒരു 2-3 കോലുമുട്ടായി, പിന്നെ മൈസൂർ പാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൈ കൊടുത്തിട്ട് മോൻ അതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ അതേ വീണ്ടും പോയി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. മോനാണെങ്കിൽ നിന്ന് ക്ഷമ നശിച്ചു. തലയിലെല്ലാം കൈ വെച്ചിട്ട് കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഇതേ വേറെ ആൾക്കാർ കടയിൽ വന്നപ്പോൾ അവരുടെ കൂടെ പോകുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് ബിസ്ക്കറ്റ് എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിത് ഒരു സൺഫീസ്റ്റിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് 10 രൂപൻ്റെ അതൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇത് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും വരുന്നുണ്ടോ. അവസാനം കാത്തിരിപ്പിനൊടുവിൽ പാൽക്കാരൻ വന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇതുപോലെ ഓട്ടോയിലാണ് കേട്ടോ കൊണ്ടുവരുന്നത്. നേരത്തെ ആണെങ്കിൽ സൈക്കിളിലാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഇത് വന്നിട്ട് സൊസൈറ്റി പാലാണ്. മിക്ക സ്ഥലങ്ങളിൽ നമ്മൾ സൊസൈറ്റി പോയി പാല് വാങ്ങണം കേട്ടോ. ഇവിടെ ഇങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ടുവരും. പിന്നെ ഇത് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണെങ്കിൽ ഒരാളെങ്കിൽ നിറയെ കോഴിക്കുഞ്ഞുങ്ങൾ, കളർ മുക്കിയ കോഴിക്കുഞ്ഞുങ്ങളും കൊണ്ടുപോയിട്ട് ഒരാൾ പോകുന്നത് കണ്ടു. അങ്ങനെ ഈ പാലെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ എൻ്റെ കുഞ്ഞുമ്മാൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവരോട് വീഡിയോ എടുക്കുകയാണ്, എല്ലാവരും എന്തെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ചായ എടുത്ത് ഞാൻ കുറച്ച് നേരം പുറത്തെല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ ചിക്കനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചിക്കൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നാത്തൂനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതേ ചിക്കൻ വറുക്കാനുള്ളതെല്ലാം മസാലയെല്ലാം പുരട്ടി വെച്ച് കുറച്ച് ചിക്കൻ എല്ലാം ഇത് കറി വെച്ചു കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ദോശയുണ്ട്, ചപ്പാത്തി, കപ്പ, ചിക്കൻ പൊരിച്ചത്, പിന്നെ കുറച്ച് ചോറ്, ഇതെല്ലാം കൂട്ടിയിട്ട് ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, സീ യു.